ഹേ ഡിയേഴ്സ്, വെൽക്കം ടു സ്ലീപ് ടൈൽസ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ചെറിയ സ്വപ്നം ജീവിതകാലം മുഴുവൻ നെഞ്ചിലേറ്റി നടന്ന ഒരാളുടെ ഹൃദയസ്പർശിയായ കഥയാണ്. അതെ, 2009 പുറത്തിറങ്ങിയ അപ്പ് എന്ന മൂവിയാണ് നമ്മൾ ഇന്ന് നരേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ മൂവിയിലോട്ട് കടക്കാം. കഥ തുടങ്ങുന്നത് പ്രശസ്തനായ ചാൾസ് വാൻസ് എന്ന എക്സ്പ്ലോററിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഒരിക്കൽ അദ്ദേഹം ഒരു ഭീമൻ പക്ഷിയുടെ സ്കെലറ്റൻ കണ്ടെത്തി എല്ലാവരുടെയും മുന്നിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന മറ്റ് എക്സ്പ്ലോറേഴ്സ് അത് കണ്ടിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകൾ ബിലീവ് ചെയ്യുന്നില്ല. ഇത്ര വലിയൊരു പക്ഷി ഒരിക്കലും എക്സിസ്റ്റ് ചെയ്തിട്ടില്ല, ഇത് ഫേക്കാണ് എന്ന് പറഞ്ഞ് എല്ലാവരും അദ്ദേഹത്തെ കളിയാക്കുന്നു. ചാൾസ് വാൻസ് എത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ടും ആരും വിശ്വസിക്കാതെ ഒടുവിൽ അദ്ദേഹത്തെ കമ്പനിയിൽ നിന്നും പുറത്താക്കുന്നു. അപ്പോൾ അദ്ദേഹം ഉറച്ച തീരുമാനത്തോടെ പറയുന്നു, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ, ഞാൻ എന്റെ എയർഷിപ്പ് എടുത്ത് സ്പേസിലേക്ക് പറക്കും. ആ പക്ഷിയെ കണ്ടെത്തി തിരികെ വന്ന് നിങ്ങളെ തന്നെ കാണിച്ചു തരാം. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഓരോ വാക്കും വിശ്വസിച്ചിരുന്ന ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. അവന്റെ പേര് കാൾ. നിങ്ങൾ തീർച്ചയായും ആ പക്ഷിയെയും കൂട്ടി തിരികെ വരും എന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞത് അവനായിരുന്നു. ആ ദിവസം മുതൽ കാളിന്റെയും ഏറ്റവും വലിയ ഡ്രീം ചാൾസ് വാൻസിനെ പോലെ ഒരു എക്സ്പ്ലോറർ ആകുക എന്നതായിരുന്നു. ഒരു ദിവസം വീട്ടുമുറ്റത്ത് എയർഷിപ്പ് പറത്തുന്നത് പോലെ ആക്ടിംഗ് ചെയ്ത് കളിക്കുമ്പോഴാണ് അടുത്ത വീട്ടിൽ നിന്ന് ചില ശബ്ദങ്ങൾ കേൾക്കുന്നത്. അവൻ അകത്തേക്ക് കയറി നോക്കിയപ്പോൾ അവിടെയും ഒരു പെൺകുട്ടി ചാൾസ് വാൻസിനെ പോലെ അഭിനയിക്കുകയായിരുന്നു. ആ പെൺകുട്ടിയുടെ പേര് എല്ലി. അവൾക്കും ചാൾസ് വാൻസിനെ കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു. മറ്റാരും വിശ്വസിക്കാതിരുന്നിട്ടും അദ്ദേഹത്തിന്റെ ഡിസ്കവറി അവൾ പൂർണ്ണമായും ബിലീവ് ചെയ്തിരുന്നു. അങ്ങനെ ഇരുവർക്കും ഒരേ ഇൻട്രസ്റ്റ് ആണെന്ന് അവർ തിരിച്ചറിയുന്നു. അതിനുശേഷം അവർ വളരെ നല്ല ഫ്രണ്ട്സ് ആയി മാറുന്നു. അതിനിടയിൽ കാളിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ബലൂൺ പറന്നു പോകുന്നു. അത് പിടിക്കാനായി ഓടുന്നതിനിടെ അവൻ നടന്നുകൊണ്ടിരുന്ന വുഡൻ പ്ലാങ്ക് പൊട്ടി കാൽ താഴേക്ക് വീഴുന്നു. അവന് ഗുരുതരമായി പരിക്കേൽക്കുകയും കുറച്ചു ദിവസങ്ങൾ വീട്ടിൽ റെസ്റ്റ് എടുക്കേണ്ട സാഹചര്യം വരികയും ചെയ്യുന്നു. ഒരു രാത്രി എല്ലി അവനെ കാണാൻ വീട്ടിലെത്തുന്നു. അവളുടെ കയ്യിൽ ഒരു ചെറിയ അഡ്വഞ്ചർ ബുക്ക് ഉണ്ടായിരുന്നു. അത് കാലിന് കാണിച്ചുകൊണ്ട് അവൾ പറയുന്നു, നമ്മൾ ഇഷ്ടപ്പെടുന്ന ചാൾസ് വാൻസിനെ പോലെ ഒരിക്കൽ ഞാനും വലിയ അഡ്വഞ്ചേഴ്സ് ചെയ്യണം. ആ എക്സ്പീരിയൻസ് എല്ലാം ഈ ബുക്കിൽ എഴുതണം. അത് കേട്ട കാൾ സന്തോഷത്തോടെ പറയുന്നു, വാവ്, അതൊരു സൂപ്പർ ഐഡിയ ആണല്ലോ. കാലം കടന്നു പോകുന്നതിനോടൊപ്പം അവരുടെ ഫ്രണ്ട്ഷിപ്പ് പ്രണയമായി മാറുന്നു. ഒടുവിൽ അവർ വിവാഹിതരാകുന്നു. എല്ലി ബാല്യകാലം മുതൽ താമസിച്ചിരുന്ന അതേ വീട്ടിലാണ് ഇരുവരും ഒരുമിച്ച് താമസം തുടങ്ങുന്നത്. ആ വീട് അവർ ചേർന്ന് റിപ്പയർ ചെയ്യുകയും പുതിയ ജീവിതം തുടങ്ങുകയും ചെയ്യുന്നു. കാൽ ബലൂൺ സെല്ലറായാണ് ജോലി ചെയ്യുന്നത്. എല്ലി ടൂറിസ്റ്റ് ഗൈഡായി ജോലി ചെയ്യുകയായിരുന്നു. അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ബാല്യകാലം മുതൽ മനസ്സിലുണ്ടായിരുന്ന ഡ്രീം മാത്രം ഇന്നും അതേപടി തുടരുകയാണ്. ഒരു ദിവസം ചാൾസ് വാൻസിനെ പോലെ ആകാശത്തിന്റെ ഉയരങ്ങളിലെത്തണം. അതോടൊപ്പം എല്ലിയുടെ മറ്റൊരു വലിയ ആഗ്രഹവും ഉണ്ടായിരുന്നു. തന്റെ ജീവിതത്തിലെ എല്ലാ അഡ്വഞ്ചേഴ്സും തന്റെ അഡ്വഞ്ചർ ബുക്കിൽ എഴുതണം. പക്ഷേ അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അതിന് അനുകൂലമായിരുന്നില്ല. അവർക്ക് ഒരുപാട് നാളായി പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന സ്ഥലം പാരഡൈസ് ഫാൾസ് ആയിരുന്നു. പക്ഷേ അവിടേക്ക് പോകാനുള്ള പണം അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു. വർഷങ്ങൾ കടന്നു പോകുന്നു. ഇരുവരും പ്രായമാകുന്നു. എന്നാലും എല്ലിയുടെ മനസ്സിലെ പാരഡൈസ് വാൾസ് എന്ന ഡ്രീം ഒരിക്കലും മാറുന്നില്ല. ഒരിക്കലെങ്കിലും അവിടെ എത്തണമെന്ന ആഗ്രഹം മാത്രം അവൾ എന്നും മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. ഒടുവിൽ കാൾ പാരഡൈസ് വാൾസിലേക്കുള്ള 2 ടിക്കറ്റ് വാങ്ങുന്നു. അത് എല്ലിക്ക് ഒരു സർപ്രൈസ് ആയി നൽകുന്നു. ഇരുവരും ഒരുപാട് സന്തോഷത്തിലാകുന്നു. യാത്രയ്ക്ക് പോകാൻ തയ്യാറാകുന്നതിനിടയിൽ ഒരു കുന്നിന്റെ മുകളിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് എല്ലിയുടെ ആരോഗ്യനില മോശമാകുന്നു. അവൾ അവിടെ തന്നെ തളർന്നു വീഴുന്നു. ഒന്നും ആലോചിക്കാതെ കാൽ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ എല്ലിയുടെ ആരോഗ്യനില വളരെ മോശമായിരുന്നു. അവളുടെ അവസാന സമയം അടുത്തെത്തിയിരുന്നു. ആ സമയത്ത് അവൾ തന്റെ അഡ്വഞ്ചർ ബുക്ക് കാളിന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് പറയുന്നു, എന്റെ ഡ്രീം ഇനി നീയാണ് ഫുൾഫിൽ ചെയ്യേണ്ടത്. അതിനുശേഷം അവൾ ഈ ലോകത്തോട് വിട പറയുന്നു. ഭാര്യയെ നഷ്ടപ്പെട്ട കാൾ ഒറ്റക്കായി വീട്ടിലേക്ക് മടങ്ങി വരുന്നു. ആ ദിവസത്തിനു ശേഷം അവന്റെ ജീവിതം മുഴുവൻ മാറിപ്പോയിരുന്നു. അവൻ അധികം സംസാരിക്കാറില്ല. എല്ലിയോടൊപ്പം ചിലവഴിച്ച ഓരോ ഓർമ്മയും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് അവൻ ജീവിച്ചിരുന്നത്. അങ്ങനെ കഴിയുന്നതിനിടെയാണ് ചില കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് അവന്റെ വീട്ടിലെത്തുന്നത്. അവർ കാളിനോട് പറയുന്നു, ഇവിടെ പുതിയ കൺസ്ട്രക്ഷൻ തുടങ്ങുകയാണ്, അതുകൊണ്ട് ഈ വീടും ഡിമോളിഷ് ചെയ്യേണ്ടി വരും. അത് കേട്ട കാൾ ദേഷ്യത്തോടെ പറയുന്നു, എന്റെ വീട്ടിലേക്ക് ഇനി ഒരിക്കലും കണ്ണു വെക്കരുത്, ഇവിടെ നിന്ന് പൊയ്ക്കോളൂ. കാരണം ആ വീട് അവനൊരു സാധാരണ വീട് മാത്രമായിരുന്നില്ല. എല്ലിയോടൊപ്പം ജീവിച്ച ഓരോ ഓർമ്മയും നിറഞ്ഞ അവന്റെ ജീവിതം തന്നെയായിരുന്നു അത്. അങ്ങനെ ഒറ്റയ്ക്കുള്ള ജീവിതം മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഒരു ചെറിയ കുട്ടി കാളിന്റെ വീട്ടിലെത്തുന്നത്. അവന്റെ പേര് റസൽ. വളരെ സ്നേഹമുള്ള കുറച്ച് തടിയുള്ള കുട്ടിയായിരുന്നു റസൽ. അവൻ കാളിനോട് പറയുന്നു, എനിക്ക് സ്കൗട്ടിങ്ങിൽ ഒരുപാട് മെറിറ്റ് ബാഡ്ജസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇനിയൊരു ബാഡ്ജ് കൂടി കിട്ടിയാൽ മാത്രമേ ഞാൻ കംപ്ലീറ്റ് സ്കൗട്ട് ആകൂ. അതിനാൽ എനിക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് തരാമോ? പക്ഷേ കാളിന് അതിലൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. എന്നെ ശല്യപ്പെടുത്താതെ ഇവിടെ നിന്ന് പോകൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ വെറുതെ ഒഴിവാക്കാനായി കാൾ ഒരു കാര്യം പറയുന്നു, പോയിട്ട് ആ ഭീമൻ പക്ഷിയെ കണ്ടെത്തിക്കൊണ്ടുവാ. അത് കേട്ട റസൽ അത് സീരിയസ് ആയി തന്നെ എടുക്കുന്നു.
ശരി ഗ്രാൻഡ്പ, ഞാൻ അത് അന്വേഷിച്ചു വരാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. അടുത്ത ദിവസം കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ജോലി ചെയ്യുന്നതിനിടെ അവരുടെ വാഹനം റിവേഴ്സ് എടുക്കുമ്പോൾ കാലിന്റെ വീട്ടുമുന്നിൽ ഉണ്ടായിരുന്ന മെയിൽ ബോക്സ് ഇടിച്ചു തകർന്നു പോകുന്നു. അത് കണ്ട കാലിന് ദേഷ്യം നിയന്ത്രിക്കാനാകുന്നില്ല. അദ്ദേഹം പുറത്തേക്ക് ഓടി വന്ന് തന്റെ വാക്കിംഗ് സ്റ്റിക്ക് കൊണ്ട് ഒരു വർക്കറിനെ അടിക്കുന്നു. ഈ സംഭവം ഒരു വലിയ പ്രശ്നമാക്കുന്നു. കാൾ ആളുകളെ ആക്രമിച്ചുവെന്ന് പരാതി നൽകപ്പെടുകയും കേസ് കോടതിയിൽ എത്തുകയും ചെയ്യുന്നു. ഒടുവിൽ കോടതി ഒരു തീരുമാനമെടുക്കുന്നു. ഇനി കാളിനെ ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റണം. അത് കേട്ട കാൾ പൂർണ്ണമായും തകർന്നു പോകുന്നു. ഇനി എന്റെ ബാക്കി ജീവിതം അവിടെ കഴിയാൻ എനിക്ക് കഴിയില്ല എന്ന് അദ്ദേഹം മനസ്സിൽ തീരുമാനിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലിയുടെ ഏറ്റവും വലിയ സ്വപ്നമായ പാരഡൈസ് വാൾ സന്ദർശിക്കണമെന്ന ആഗ്രഹം എന്ത് വില കൊടുത്തും നിറവേറ്റണമെന്ന് അദ്ദേഹം ഉറപ്പിക്കുന്നു. കാൾ വീട്ടിനുള്ളിൽ ഇരുന്ന് ആലോചിക്കുകയാണ്, എങ്ങനെ പാരഡൈസ് വാൾസിലേക്ക് പോകും. അപ്പോഴാണ് ഓൾഡ് ഏജ് ഹോമിലേക്ക് കൊണ്ടുപോകാൻ 2 പേർ വീട്ടിലെത്തുന്നത്. സമയമായി വരൂ എന്ന് അവർ വിളിക്കുന്നു. കാൾ ശാന്തമായി മറുപടി പറയുന്നു, 1 മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം. പക്ഷെ അദ്ദേഹം പുറത്തേക്ക് വരുന്നില്ല. അല്പസമയത്തിന് ശേഷം എല്ലാവരും ഞെട്ടിപ്പോകുന്ന ഒരു സംഭവം നടക്കുന്നു. കാളിന്റെ വീടിന്റെ മേൽക്കൂരയിൽ നിന്ന് ആയിരക്കണക്കിന് ഹീലിയം ബലൂൺസ് ഉയരാൻ തുടങ്ങുന്നു. അവ പതിയെ മുഴുവൻ വീടിനെയും ആകാശത്തേക്ക് ഉയർത്തുന്നു. എയർഷിപ്പ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ബലൂൺസ് ഉപയോഗിച്ച് സ്വന്തം വീട് തന്നെ പറത്താനുള്ള ഐഡിയ കാൾ നടപ്പിലാക്കുകയായിരുന്നു. താഴെ നിന്നിരുന്ന ആളുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. വീട് ആകാശത്തുകൂടി പറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വാതിലിൽ ആരോ മുട്ടുന്നത്. വാതിൽ തുറന്ന കാൾ ഞെട്ടിപ്പോകുന്നു. പുറത്തു നിൽക്കുന്നത് റസലായിരുന്നു. ഗ്രാൻഡ്പ, ഞാൻ ആ പക്ഷിയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളുടെ വീട് പറക്കാൻ തുടങ്ങിയത് എന്ന് അവൻ പറയുന്നു. നീ ഇവിടെ എങ്ങനെ എത്തിയെന്ന് ചോദിച്ചെങ്കിലും റസൽ ഓരോ സംശയവും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനിടയിൽ ശക്തമായൊരു സ്റ്റോം ഉണ്ടാകുന്നു. വീട് ശക്തമായി കുലുങ്ങി തുടങ്ങുന്നു. ചില സാധനങ്ങൾ തകർന്നു വീഴുകയും കാൾ ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നു. കുറച്ചു സമയത്തിന് ശേഷം കാളിന് ബോധം വന്നപ്പോൾ റസൽ ഒരു ഐഡിയ പറയുന്നു. കുറച്ച് ബലൂൺസ് കട്ട് ചെയ്താൽ വീട് താഴേക്ക് ഇറങ്ങും. കാൾ അത് ചെയ്യുന്നു. ബലൂണുകളുടെ എണ്ണം കുറയുന്നതോടെ വീട് പതിയെ താഴേക്ക് ഇറങ്ങി തുടങ്ങുന്നു. ഒടുവിൽ വീട് നിലത്തോട് ചേർന്നെത്തുന്നു. വീട് വീണ്ടും പറന്നു പോകാതിരിക്കാൻ കാലും റസലും കയറുപയോഗിച്ച് അതിനോട് ബന്ധിപ്പിക്കുന്നു. അപ്പോഴാണ് അവരുടെ മുന്നിൽ അതിമനോഹരമായ പാരഡൈസ് ഫാൾസ് പ്രത്യക്ഷപ്പെടുന്നത്. എല്ലിയുടെ ജീവിതകാലം മുഴുവൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന അതേ സ്ഥലം. അവിടെ എത്തിയ ഉടൻ തന്നെ അവർ ഒരു വലിയ ബേർഡിനെ കാണുന്നു. റസൽ ആ പക്ഷിയുമായി വളരെ വേഗം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നു. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ കഴുത്തിൽ പ്രത്യേക കോളർ ധരിച്ച ചില നായ്ക്കളെയും അവർ കാണുന്നു. ആ കോളർ കാരണം ആ നായ്ക്കൾക്ക് മനുഷ്യരെ പോലെ സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. അവർ കാളിനോടും റസലിനോടും ചോദിക്കുന്നു, ഞങ്ങൾ ഒരു വലിയ പക്ഷിയെ അന്വേഷിക്കുകയാണ്, നിങ്ങൾ അത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതേസമയം വീണ്ടും ഒരു സ്റ്റോം തുടങ്ങുന്നു. കാലും റസലും വീടിന്റെ താഴെ ഇരുന്ന് അത് റിപ്പയർ ചെയ്യുകയാണ്. അപ്പോഴാണ് കാൾ റസലിനോട് ചോദിക്കുന്നത്, നിന്റെ അമ്മ നിന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ലേ? അത് കേട്ട റസൽ ശാന്തമായി മറുപടി പറയുന്നു, എനിക്ക് സ്റ്റെപ്പ് മദർ ആണ്. എനിക്ക് എന്റെ അച്ഛനെ അധികം കാണാനും കഴിയാറില്ല. അവന് യഥാർത്ഥ സുഹൃത്തായി ഉണ്ടായിരുന്നത് ഇപ്പോൾ പരിചയപ്പെട്ട ആ വലിയ ബേർഡ് മാത്രമാണെന്നും അവൻ പറയുന്നു. കാൾ അതൊന്നും കാര്യമാക്കാതെ സെന്റിമെന്റൽ ആകണ്ട, ആ ബേർഡിനെ നോക്കിക്കോ എന്നും പറയുന്നു. അപ്പോഴേക്കും ആ വലിയ ബേർഡ് വീടിന്റെ മുകളിലേക്ക് കയറി ഭക്ഷണം ശേഖരിക്കുകയായിരുന്നു. അതേസമയം സംസാരിക്കുന്ന നായ്ക്കളും അവിടെ എത്തുന്നു. ഞങ്ങൾ അന്വേഷിക്കുന്ന പക്ഷിയെ ആരെങ്കിലും കണ്ടോ എന്ന് അവർ ചോദിക്കുന്നു. കാൾ ഒന്നും പറയുന്നില്ല. പിന്നീട് ആ നായ്ക്കൾ പറയുന്നു, ഞങ്ങളുടെ ഓണറിന്റെ അടുത്തേക്ക് വരൂ, അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. അവരുടെ ഓണർ മറ്റാരുമല്ല, കാളിന്റെ ബാല്യകാല ഹീറോയായ ചാൾസ് മൺസ് തന്നെ ആയിരുന്നു അത്. അദ്ദേഹത്തെ കണ്ടതോടെ കാളിന് വലിയ സന്തോഷമാകുന്നു. പക്ഷേ ചാൾസ് മൺസ് നേരെ ഒരു ചോദ്യം ചോദിക്കുന്നു, ആ വലിയ ബേർഡ് നിങ്ങളുടെ കൂടെയാണോ? റസൽ അറിയാതെ തന്നെ ആ പക്ഷിയെ കുറിച്ച് പറയാൻ തുടങ്ങുന്നു. അപ്പോഴാണ് റസലിന് ഒരു കാര്യം മനസ്സിലാകുന്നത്. ചാൾസ് മൺസിന്റെ ലക്ഷ്യം ആ പക്ഷിയെ രക്ഷിക്കലല്ല, പിടിക്കലാണ്. ഉടൻ തന്നെ കാളും റസലും അവിടെ നിന്ന് ഓടി സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നു. അവരെ പിന്തുടർന്ന് ചാൾസ് മൺസ് തന്റെ നായ്ക്കളെ വിട്ടയക്കുന്നു. രക്ഷപ്പെടാനായി കാളും റസലും ആ വലിയ ബേർഡിന്റെ പുറത്ത് കയറി യാത്ര തുടരുന്നു. പക്ഷേ ചാൾസ് മൺസിന്റെ മറ്റു നായ്ക്കൾ ടെക്കിന്റെ കോളറിലുള്ള ട്രാക്കിംഗ് ഡിവൈസ് ഉപയോഗിച്ച് അവരുടെ ലൊക്കേഷൻ കണ്ടെത്തുന്നു. അങ്ങനെ കാളും റസലും എവിടെയാണെന്ന് ചാൾസ് മൺസിന് മനസ്സിലാകുന്നു. അതേസമയം ആ വലിയ ബേർഡ് സ്വന്തം കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുകയായിരുന്നു. അത് മനസ്സിലാക്കിയ കാളും റസലും വീടിനെ വലിച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ പോകുന്നു. പക്ഷേ വഴിമധ്യേ ചാൾസ് മൺസ് ഒരു വലിയ നെറ്റ് ഉപയോഗിച്ച് ആ പക്ഷിയെ പിടികൂടുന്നു. അതുമാത്രമല്ല, കാളിന്റെ വീട്ടിലും അദ്ദേഹം തീ വെക്കുന്നു. അങ്ങനെ നിരവധി ബലൂൺസ് പൊട്ടി വീടിന് വലിയ നാശനഷ്ടം ഉണ്ടാകുന്നു. ഇത് കണ്ട കാൾ ദേഷ്യത്തോടെ ഡെക്കിനോട് പറയുന്നു, നീ ഞങ്ങളോടൊപ്പം വന്നതുകൊണ്ടാണ് അവർക്ക് നമ്മളെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞത്. എന്റെ വീട് കത്തിപ്പോയാൽ ഇനി ഞാൻ എവിടേക്ക് പോകും? അതേസമയം ചാൾസ് മൺസ് ആ വലിയ ബേർഡിനെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. കാൾ പൂർണ്ണമായും നിരാശനാകുന്നു. വീണ്ടും പറക്കണമെങ്കിൽ ബലൂൺസ് വളരെ കുറവാണ്. അപ്പോൾ അദ്ദേഹം ഒരു തീരുമാനമെടുക്കുന്നു. വീട്ടിനുള്ളിലെ ഫർണിച്ചറും മറ്റു സാധനങ്ങളും ഓരോന്നായി പുറത്തേക്ക് എറിഞ്ഞു തുടങ്ങുന്നു. വീടിന്റെ ഭാരം കുറയുന്നതിനനുസരിച്ച് അത് വീണ്ടും പതിയെ ആകാശത്തേക്ക് ഉയരാൻ തുടങ്ങുന്നു. അതേസമയം റസൽ ഹീലിയം ബലൂൺസ് ഉപയോഗിച്ച് ഒറ്റയ്ക്കായി ആ വലിയ ബേർഡിനെ രക്ഷിക്കാൻ പുറപ്പെടുന്നു. അല്പസമയത്തിന് ശേഷം കാളും അവന്റെ പിന്നാലെ പോകാൻ തീരുമാനിക്കുന്നു. കാൾ യാത്ര തുടരുന്നതിനിടയിൽ വീട്ടുവാതിലിൽ പുറത്താരും ഉണ്ടെന്ന് തോന്നുന്നു. വാതിൽ തുറന്നു നോക്കിയപ്പോൾ അത് ഡെക്ക് തന്നെയായിരുന്നു. ഡെക്ക് വീണ്ടും കാളിനൊപ്പം ചേരുന്നു. മറുവശത്ത് റസൽ ചാൾസ് മൺസിന്റെ എയർഷിപ്പ് ഉണ്ടായിരുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നു. പക്ഷേ ചാൾസ് മൺസ് അവനെ പിടികൂടി കെട്ടിയിടുന്നു.
അപ്പോഴാണ് കാളിന്റെ വീട് എയർഷിപ്പിന്റെ പുറത്ത് എത്തിയിരിക്കുന്നതെന്ന് അദ്ദേഹം കാണുന്നത്. കാൾ ആ പക്ഷിയെ രക്ഷിക്കാൻ വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ചാൾസ്മൺസ് ഉടൻ തന്റെ നായ്ക്കൾക്ക് ഒരു ഉത്തരവ് നൽകുന്നു. അവനെ കൊന്നുകളയോ. അതിനൊപ്പം റസലിനെയും താഴേക്ക് തള്ളാൻ അദ്ദേഹം ശ്രമിക്കുന്നു. എന്നാൽ അവസാന നിമിഷത്തിൽ കാൾ എത്തി റസലിനെ രക്ഷിച്ചെടുക്കുന്നു. റസലിനെ വീടിനുള്ളിൽ സുരക്ഷിതനാക്കിയ ശേഷം ആ വലിയ ബേഡിനെ രക്ഷിക്കാൻ കാൾ നേരെ ചാൾസ്മൺസിന്റെ എയർഷിപ്പിലേക്ക് പോകുന്നു. ഡെഗിനെയും കൂട്ടിക്കൊണ്ട് കാൾ നേരെ ചാൾസ്മൺസിന്റെ എയർഷിപ്പിലേക്ക് കയറുന്നു. എന്ത് വില കൊടുത്തും ആ വലിയ ബേഡിനെ രക്ഷിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. കാരണം ചാൾസ്മൺസ് ദേഷ്യത്തിൽ ആ പക്ഷിയെ കൊന്നുകളയാനോ അതിന്റെ സ്കെൽട്ടൻ പ്രദർശിപ്പിക്കാനോ പോലും മടിക്കില്ലെന്ന് കാളിന് അറിയാമായിരുന്നു. ഒടുവിൽ കാൾ ആ വലിയ ബേഡിനെ പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തെത്തുന്നു. അപ്പോഴേക്കും നിരവധി നായ്ക്കൾ അദ്ദേഹത്തെ ആക്രമിക്കാൻ എത്തുന്നു. പക്ഷേ കാൾ തന്റെ വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് അവരോട് പൊരുതുന്നു. അതിനുശേഷം അദ്ദേഹം വേഗം ആ ബേഡിനെ മോചിപ്പിക്കുന്നു. അതേസമയം വീട്ടിനുള്ളിൽ കുടുങ്ങിക്കിടന്നിരുന്ന റസലും രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. താഴേക്ക് വീഴാൻ പോകുന്ന സമയത്ത് അവൻ ഒരു റോപ്സിൽ മുറുകെ പിടിച്ച് രക്ഷപ്പെടുന്നു. മറുവശത്ത് ചാൾസ്മൺസ് വീണ്ടും തന്റെ നായ്ക്കൾക്ക് ഉത്തരവിടുന്നു. ആ കുട്ടിയെ പിടിക്കൂ, അവരുടെ വീട് നശിപ്പിക്കൂ. അതിനുശേഷം അദ്ദേഹം നേരിട്ട് കാലിന്റെ പിന്നാലെ പോകുന്നു. കാലിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിന്നിൽ നിന്ന് ഡഗ് അദ്ദേഹത്തിന്റെ കാലിൽ കടിക്കുന്നത്. ദേഷ്യം വന്ന ചാൾസ്മൺസ് ഡക്കിനെ ശക്തമായി അടിച്ച് അകത്തേക്ക് പൂട്ടിയിടുന്നു. അതിനുശേഷം വീണ്ടും കാളിനെ ആക്രമിക്കാൻ എത്തുന്നു. പക്ഷേ കാളും തന്റെ വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് ശക്തമായി പ്രതിരോധിക്കുന്നുണ്ട്. അതേസമയം മുറിക്കുള്ളിൽ ഉണ്ടായിരുന്ന മറ്റു അപകടകാരികളായ നായ്ക്കൾ ഡക്കിനെ ആക്രമിക്കാൻ മുന്നോട്ട് വരുന്നു. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഡക്ക് പിന്നിലേക്ക് നീങ്ങുന്നു. അപ്പോഴാണ് അബദ്ധത്തിൽ ഒരു ബട്ടൺ അമരുന്നത്. അതോടെ എയർഷിപ്പിന്റെ ബാലൻസ് നഷ്ടപ്പെടുകയും അത് ശക്തമായി കുലുങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഈ അവസരം ഉപയോഗിച്ച് കാൾ ആ വലിയ ബേഡിനെയും കൂട്ടി എയർഷിപ്പിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടുന്നു. പക്ഷേ ചാൾസ്മൺസും അവരുടെ പിന്നാലെ തന്നെ വരികയായിരുന്നു. അതേസമയം ഡക്ക് ഒരു പ്രധാന കാര്യം ചെയ്യുന്നു. മറ്റു നായ്ക്കളുടെ ലീഡ് സംസാരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഡിവൈസ് അവൻ ഓഫ് ആക്കുന്നു. അത് കണ്ട മറ്റു നായ്ക്കൾ ഡക്ക് തന്നെയാണ് ഇനി അവരുടെ ലീഡർ എന്ന് കരുതുന്നു. അപ്പോഴാണ് റസൽ നായ്ക്കളോട് ഉറക്കി പറയുന്നത്, നോക്കൂ, അവിടെ ഒരു സ്ക്വിരൽ. സ്ക്വിരൽ എന്ന വാക്ക് കേട്ടതോടെ എല്ലാ നായ്ക്കളുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിയുന്നു. എയർഷിപ്പ് നിയന്ത്രണം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി തുടങ്ങുന്നു. അതിന്റെ ഫലമായി മുഴുവൻ എയർഷിപ്പും നിയന്ത്രണം നഷ്ടപ്പെടുത്തി തകർന്നു തുടങ്ങുന്നു. ഇതിനിടെ കാളും റസലും ആ വലിയ ബേഡിനെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് എത്താൻ ശ്രമിക്കുകയാണ്. പക്ഷേ ചാൾസ്മൺസ് ഇപ്പോഴും അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. അദ്ദേഹം തോക്കുപയോഗിച്ച് വീട്ടിലെ ബലൂൺസ് ലക്ഷ്യമാക്കി വെടിവെക്കുന്നു. നിരവധി ബലൂൺസ് പൊട്ടിപ്പോകുന്നു. അതോടെ വീട് താഴേക്ക് വീഴാൻ തുടങ്ങുന്നു. അവസാന നിമിഷത്തിൽ കാൾ വീടിനെ മുറുകെ പിടിച്ച് രക്ഷിക്കുന്നു. അതേസമയം ചാൾസ്മൺസ് വീട്ടിനുള്ളിലേക്ക് കയറുന്നു. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇപ്പോഴും ആ വലിയ വീട് തന്നെയായിരുന്നു. കാൾ വേഗം റസലിനോട് ആ ബേഡിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറയുന്നു. റസൽ അതുപോലെ തന്നെ ചെയ്യുന്നു. ചാൾസ്മൺസ് അവരുടെ പിന്നാലെ ഓടുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ കാൽ ബലൂൺസിന്റെ കയറുകളിൽ കുടുങ്ങിപ്പോകുന്നു. അടുത്ത നിമിഷം അദ്ദേഹം താഴേക്ക് വീഴുന്നു. അതോടെ അദ്ദേഹത്തിന്റെ കഥ അവിടെ അവസാനിക്കുന്നു. അതിനുശേഷം കാളും റസലും ആ വലിയ ബേഡിനെ അതിന്റെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് സുരക്ഷിതമായി എത്തിക്കുന്നു. പിന്നീട് അവർ രണ്ടുപേരും വീട്ടിലേക്ക് മടങ്ങുന്നു. റസൽ സ്കൗട്ടിങ്ങിൽ നേടാനുള്ള അവസാന മെറിറ്റ് ബാഡ്ജും സ്വന്തമാക്കുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം കാളും റസലും ഒരുമിച്ച് ഐസ്ക്രീം കഴിച്ചുകൊണ്ട് സന്തോഷത്തോടെ സമയം ചെലവഴിക്കുന്നതാണ് കാണിക്കുന്നത്. അതിനിടെ ഇരുവരും തമ്മിൽ വളരെ മനോഹരമായൊരു ബന്ധം രൂപപ്പെട്ടിരുന്നു. കാളിനൊരു മകനെ പോലുള്ള ഒരാളെ ലഭിച്ചപ്പോൾ റസലിന് അച്ഛന്റെയും മുത്തച്ഛന്റെയും സ്നേഹം ഒരുമിച്ച് ലഭിച്ചു. അവസാനമായി പാരഡൈസ് വാൾസിന് സമീപം ഇപ്പോഴും കാളിന്റെ വീട് നിലകൊള്ളുന്നതാണ് കാണിക്കുന്നത്. അത് എല്ലിയുടെ ജീവിതകാലത്തെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിച്ച സ്ഥലമായിരുന്നു. അങ്ങനെയാണ് ഈ മനോഹരമായ സിനിമ ഇവിടെ അവസാനിക്കുന്നത്.